മല്ലികാമ്മ, അന്ന് മോഹൻലാൽ ഈ മാപ്പ് അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിച്ച സമയത്ത് പൃഥ്വിരാജിന് ഒരു വിഷമം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലാലേട്ടൻ ഇങ്ങനെ പറയേണ്ടി വന്നു എന്നതിലൊരു വിഷമം ഉണ്ടായിരുന്നു. അല്ല, ലാലേട്ടൻ പറയേണ്ടതല്ല, മനസ്സാവാതെ അറിയാത്തൊരു കാര്യത്തിന് ഒരുത്തം കിടന്ന് ഇങ്ങനെ ഫോണിൽ കൂടെ എന്താണെങ്കിൽ ഇത് എപ്പോൾ എഴുതി കണ്ടില്ല, കാണാത്തോണ്ട് വന്ന് പെട്ടുപോയതാ, ഇങ്ങനത്തെയുള്ള നുണകളൊക്കെ കേൾക്കുമ്പോഴേ ഒന്നാമത്തെ കാര്യം അവന് കള്ളന്മാരെ ഇഷ്ടമല്ല, കള്ളത്തിന് പറയുന്നത് ഇഷ്ടമല്ല, സാക്ഷാൽ സുകുമാരൻ ആ കാര്യത്തിൽ അതൊരു സത്യമാണ്. അപ്പൊ എന്തിനാണ് ഒരു കാര്യമില്ലാതെ ആവശ്യമില്ലാതെ എന്നെ ഇങ്ങനെ പറയുന്നത്? ഞാനിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ലല്ലോ. സ്ക്രിപ്റ്റ് കൊണ്ട് കയ്യിൽ തന്നു, എല്ലാ സീനുകളും എടുത്തു കഴിയുമ്പോൾ മുരളിയും കാണാറുണ്ട്, മോഹൻലാൽ കാണാറുണ്ട്, ആന്റണി കാണാറുണ്ട്. അപ്പൊ അവരൊന്നും പറയില്ലല്ലോ ഇത് വേണ്ടെന്ന്. പിന്നെ എന്താണ് ഇപ്പൊ ഒരു പ്രശ്നം വന്നത്? അപ്പൊ അതല്ല, അങ്ങനെയല്ല ഇത്, അല്ലെങ്കിൽ അത് വ്യക്തമായിട്ട് പറയണമായിരുന്നു. എന്തിനാണ് ആ കുട്ടിയെ വെറുതെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നത്? അങ്ങനെ ഒരു വാചകം ആരുടെ ഭാഗത്തു നിന്നും വന്നില്ല. അയാളുടെ ഞങ്ങളൊരു സ്ക്രിപ്റ്റ് കൊടുത്തു, അതെടുത്തു, അത് ഭംഗിയായിട്ട് എടുത്തു. പടം ഈ പറഞ്ഞതിൻ്റെ ഇന്നും ആ റെക്കോർഡ് ഒരു പടം പലരും പറഞ്ഞു അതിൻ്റെ മുകളിൽ മറ്റേത് പോയി, ഇതിൻ്റെ മുകളിൽ അപ്പുറത്തോട്ട് പോയി, രജനീകാന്തിന് ഒന്നും പോയിട്ടില്ല. ഇന്നും എമ്പുരാനാണ് അതിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ കളക്ഷൻ ഇത് വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ കളക്ഷൻ്റെയൊക്കെ